ഇപ്പോൾ സൗദി ആലോചിക്കുന്നതും ഒരുപക്ഷെ ട്രംപിന്റെ മനസ്സിലുള്ളതുമായ ഒരു ആശയം കൂടി ഞാൻ പങ്കുവെച്ചോട്ടെ. അതെന്റെ ചിന്തയാണ്. അത് തെറ്റാകാം, ശരിയാകാം. പക്ഷേ ട്രംപ് ചിന്തിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യം മുൻകൂട്ടി ഒരു രീതിയിൽ പ്രവചിച്ചു കൊള്ളട്ടെ. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. യഥാർത്ഥത്തിൽ ഇസ്രയേലിന്റെ അടിമുടി ആയുധമണിക്കുകയാണ് അമേരിക്ക. ഇപ്പോൾ 200 പൗണ്ട് വെപ്പൺസ് ഇസ്രയേലിന് ട്രംപ് നൽകാമെന്ന് ബൈഡൻ തടഞ്ഞു വെച്ച ആയുധ സപ്ലൈ, ബോംബുകളും ഗൺസും എല്ലാം ചേർന്ന് 200 പൗണ്ട് സ്ഫോടനങ്ങൾ, അതായത് ഈ എക്സ്പ്ലോസീവ്സിന്റെ സെയിൽ ഇപ്പോൾ ഉടമ്പടി ഇസ്രായേൽ അവിടെ പൈസ കൊടുത്ത് വെച്ചിരുന്നതാണ്, പണം കൊടുത്ത് വെച്ചിരുന്നതാണ്. അത് റിലീസ് ചെയ്യാൻ ഉടനടി സാധ്യമാക്കാൻ ട്രംപ് തീരുമാനിച്ചു. അപ്പം ഇസ്രയേലിന് ആയുധങ്ങൾ തുടർന്നും അമേരിക്ക നൽകും, അക്കാര്യത്തിൽ ഒരു ധാരണയായി. പക്ഷേ ഇസ്രയേലിന് ആയുധങ്ങൾ നിരന്തരം ഹമാസിനെതിരെയായിട്ട്, ഹിസ്ബുള്ളക്കെതിരെയായിട്ട്, മറ്റു രാജ്യങ്ങൾക്കെതിരെയായിട്ട് പ്രയോഗിക്കുന്നതിന് ഒരുപക്ഷെ ട്രംപിന്റെ കർശനമായ വിമർശനവും ഉണ്ടാകും. ട്രംപ് ഒരുപക്ഷെ ആഗ്രഹിക്കുന്നത് ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സൗദിയുടെ ഭാഗത്ത് നിന്ന് ആ പ്രപ്പോസൽ വരികയും, സൗദി വേൾ അമേരിക്കയുടെ ബിസിനസ് ഇൻട്രസ്റ്റ് നന്നാക്കണം, അതിന് അമേരിക്കയ്ക്കാണ് പ്രയോജനം, സൗദിക്കും പ്രയോജനമുണ്ട്, സൗദി അറേബ്യയുടെ പ്രപ്പോസലായിട്ട് വരണം. അത് ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് അല്ല, സൗദിയുടെ പ്രപ്പോസലായി വരികയും അങ്ങനെ സ്വതന്ത്ര പരമാധികാര പലസ്തീൻ, അവർ പറയുന്നത്, സൗദി ഇപ്പോൾ പറയും കിഴക്കൻ ജെറുസലേം, അതല്ല ജെറുസലേം എന്ന നഗരം പൂർണ്ണമായി കേന്ദ്രീകൃതമായി ജെറുസലേം തലസ്ഥാനമായി വെസ്റ്റ് ബാങ്കും ഗാസയും ജെറുസലേമും കിഴക്കൻ ജെറുസലേമും തീരും. ജെറുസലേമിന് മറ്റ് ഭാഗങ്ങൾ കിട്ടില്ല, അത് ഇസ്രായേലി സാന്നിധ്യമാണ്. കിഴക്കൻ ജെറുസലേം അവിടെ അറബി ജനത ഏറെയുള്ള, പലസ്തീനിയൻ ജനത ഏറെയുള്ള സ്ഥലമാണ്. അവിടെയുള്ള ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കുകയും കിഴക്കൻ ജെറുസലേം കേന്ദ്രമാക്കി ഒരു സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്നത് ട്രംപ് ഭരണകൂടം അവസാനിക്കുന്നതിന് മുമ്പ് അടുത്ത 4 വർഷത്തിനുള്ളിൽ 2029 മുൻപിൽ സാധ്യമാവുകയും ചെയ്താൽ ട്രംപിനും, അതായത് അമേരിക്കയ്ക്കും സൗദി അറേബ്യയ്ക്കും ഒരുപോലെ തന്നെ അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ സാധിക്കും. പക്ഷെ അതിന് ഇസ്രയേലും കൂടെ കനിയണം. അതിന് ചില ഗ്യാരണ്ടീസ് ആണ് വേണ്ടത്. ആ ഗ്യാരണ്ടീസ് നൽകാൻ ആർക്കാവും? അത് അമേരിക്കയ്ക്ക് മാത്രമല്ല, സൗദിക്കും ചില ഗ്യാരണ്ടീസ് നൽകാനാവണം. സൗദി വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ ഹമാസ് ഇൻട്രസ്റ്റ്. അപ്പൊ പുതിയ രാജ്യം വന്നാൽ അത് സമാധാനപരമായി ആ പലസ്തീനിയൻ രാജ്യം ഇസ്രയേലുമായി സഹവസിക്കണം, അല്ലാതെ നിരന്തരം തട്ടിയും മുട്ടിയും യുദ്ധം ചെയ്തും തീവ്രവാദ ആക്രമണം നടത്തിയും ജീവിക്കാനാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു ഫോർമുല മൂശയിൽ ഉരുത്തിരിയുന്നതായി ഒരു ഏർലി സൂചനകളാണ് ലഭിക്കുന്നത്. ട്രംപിന്റെ ബിസിനസ് താല്പര്യങ്ങൾ, ട്രംപിന് പണമാണ്, എല്ലാം പണമാണ്. അങ്ങനെയെങ്കിൽ കമന്ന് വീണാൽ കാൽപ്പണം ലഭിക്കണം. സൗദി അറേബ്യയിൽ നിന്നും ലഭിക്കാനുള്ള ഓർഡറുകൾ, സൗദിയുടെ നിക്ഷേപങ്ങൾ, ഇതൊക്കെ തന്നെ ഇറ്റ് വിൽ ഹെൽപ്പ് മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ഇത് ട്രംപിനറിയാം. അപ്പൊ അങ്ങനെ സൗദി അറേബ്യയിലുള്ള ചങ്ങാത്തം ഒരുപക്ഷെ അമേരിക്ക ഉപയോഗപ്പെടുത്തി അക്കരാറിലേക്ക്, എല്ലാവരും പ്രതീക്ഷിക്കുന്ന സ്വതന്ത്ര പരമാധികാര പലസ്തീൻ എന്ന കരാറിലേക്ക് ഒരു പടി കൂടി അടുത്തുകൊണ്ട്, ഇപ്പോൾ അത് ഉട്ടോപ്യനാണ്, പൂർണ്ണമായി അസാധ്യം അല്ലെങ്കിൽ ഉട്ടോപ്യൻ എന്ന നിലയിലാണ് കാണുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു അത് സമ്മതിക്കില്ല, 100 വട്ടം കട്ടായം. പക്ഷേ ഇസ്രായേലി ഭരണകൂടവും മാറും, ഇസ്രായേലും കുറച്ചുകൂടെ ആലോചിക്കും, ഇസ്രായേലിനും സമാധാനപരമായി നിലനിൽക്കണം, ആത്യന്തികമായി പലസ്തീൻ വിഷയം അവസാനിക്കണം. എങ്കിൽ മാത്രമല്ല ഇസ്രായേലിനും സ്വതന്ത്രമായി നിൽക്കാനാവൂ. അത് ആ ജനതയും ആഗ്രഹിക്കും. എത്ര തീവ്ര വികാരങ്ങൾ ഉണ്ടെങ്കിലും പലസ്തീനിയൻസിന്റെ ഭൂമി പലസ്തീനിയൻസിന് കൊടുക്കേണ്ടത് തന്നെയല്ലേ? അതുകൊണ്ട് ആ തീരുമാനം വന്നാലും അത്ഭുതപ്പെടാനില്ല. അതിന് നിർണായകമായ ഒരു റോള് വഹിക്കാൻ സൗദി അറേബ്യക്ക് കഴിയും. അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് അമേരിക്കയുടെ ബിസിനസ് ബുദ്ധി തന്നെയായിരിക്കും.